പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ്, 7 പേർ കസ്റ്റഡിയിൽ. ഇഡി സംഘത്തെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നാണ് എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്? വിവരങ്ങൾ. ഷഫീദിലേക്ക് വളരെ വേഗത്തിൽ എത്താം എന്നാണ് കരുതുന്നത്. 300 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എഫ്ഐആർ ലഭ്യമായിട്ടുണ്ട്, എഫ്ഐആറിന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പരാമർശിക്കുന്നു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ 7 പേർ കസ്റ്റഡിയിലുണ്ട്. ഇഡി സംഘത്തെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നതുൾപ്പെടെ എഫ്ഐആറിൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ ഇഡി റെയ്ഡിന് പിന്നാലെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നമ്മൾ കാണുകയുണ്ടായി. ഇഡിക്ക് നേരെ വലിയ അക്രമങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, ഈ എഫ്ഐആറിന്റെ പകർപ്പ്, അതിലെ വിശദാംശങ്ങൾ എങ്ങനെ? ഹമദ, ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ റെയ്ഡ്. അതായത് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തിയ റെയ്ഡ്. ആ റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിനിടെയാണ് വലിയ അക്രമ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പിന്നീട് അതിനെ തുടർന്ന് ആ പ്രതികളെ പിടികൂടാൻ പോയ സാഹചര്യത്തിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതികളെ കയറി പിടികൂടുന്നതടക്കം പോലീസുമായി വലിയ തർക്കം, നേതാക്കളുടെ അടക്കം ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ്. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കെ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള, പ്രത്യേകിച്ച് BNS 109 അടക്കം വധശ്രമ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഇപ്പോൾ മ്യൂസിയം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് അത് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഈ കാർ ഡ്രൈവർ, അതേപോലെ തന്നെ ഡിക്സൺ ഡേവിഡ് ഉദ്യോഗസ്ഥനാണ്, CRPF ഓഫീസേഴ്സ്, അതേപോലെ കേരള പോലീസ് ഓഫീസേഴ്സ്, ഇത്രയും പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്ന കാര്യം. മാത്രവുമല്ല, അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് മടങ്ങവേ ഉദ്യോഗസ്ഥരെ അടക്കം ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നുള്ള മുൻകൂർ ഉദ്ദേശത്തോടു കൂടി 300ഓളം പേർ മാരകായുധങ്ങളുമായി അന്യായമായി സംഘടിച്ചു. കൂടാതെ ഈ വാഹനം പുറത്തേക്ക് വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അടക്കം തടസ്സപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി 3 വാഹനങ്ങൾ, അതായത് 3 കാറുകൾ, ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ ആക്രമിച്ചു. വടി, കല്ല്, ഇഷ്ടിക തുടങ്ങിയ മാരകായുധങ്ങൾ അത് കൈവശം കരുതിയാണ് ഈ ആക്രമണം നടത്തിയത്. 300ഓളം പേരുകൾ അക്രമാസക്തരായി ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് 3 കാറിനെയും വളഞ്ഞ ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ ഉദ്യോഗസ്ഥനെ വടികൊണ്ട് കൈക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അതേപോലെ തന്നെ കാർ ഡ്രൈവറെ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാനെത്തിയ CRPF ഉദ്യോഗസ്ഥരെയും കേരള പോലീസ് ഉദ്യോഗസ്ഥരെയും വടികളും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അങ്ങനെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വധശ്രമം, അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസികളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മാരകായുധങ്ങളുമായി അന്യായമായി സംഘടിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ, ബെയിൽ കിട്ടാത്ത വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടുമുണ്ട്. അമൃത. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.